നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ സ്റ്റെയർ കേസ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്. അതിൻ്റെ അപ്പുറം സൈഡിലും അതുമാതിരി തന്നെ കേട്ടോ. സ്റ്റെയർ കേസ് എസ്കലേറ്റർ ഉണ്ട്. പിന്നെ അതിൻ്റെ നടുക്ക് ഇവിടെ ഒരു എക്സിറ്റ് എൻട്രി കാണുന്നത് മറ്റേ മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ് ആട്ടോ. ആദ്യം നമുക്ക് മ്യൂസിയത്തിൽ അല്ലെങ്കിൽ ആദ്യം നമുക്ക് അവിടെ പാദം വരെ പോയിട്ട് വരാം. പാദം വരെ പോയിട്ട് വന്നിട്ട് വ്യൂവിങ് ഗാലറി കയറിയിട്ട് വന്നിട്ട് നമുക്ക് മ്യൂസിയത്തിൽ കയറാം. എൻ്റെ പൊന്നു എന്നാ ഹൈറ്റാന്ന് നോക്കി. ഫസ്റ്റ് നിലയിലേക്ക് കയറാം കേട്ടോ സ്റ്റാച്യുവിൻ്റെ. ഓക്കെ, ക്യാമറയിൽ നോക്കുമ്പോൾ ക്യാമറയുടെ കാണുമ്പോൾ ഇരുട്ട് മാത്രമേ കേട്ടോ കാണുള്ളൂ. നമുക്ക് ആ ഉടുപ്പിൻ്റെ ആ ഡിസൈൻ, ആ വളവുകളൊന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരു നിഴലിൽ മാതിരി കാണാൻ പറ്റുള്ളൂ. നമ്മൾ വന്ന വഴിയാണ് കണ്ടത്. എന്താ ആ ബ്രിഡ്ജ്, അവിടെ നിന്ന് വന്ന് എസ്കലേറ്റർ വഴി ഇവിടെ കയറി. ഇനി ഇതാ അടുത്ത സ്റ്റെപ്പ് അങ്ങോട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് വേറെ സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാദത്തിലെത്തും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നർമ്മദ സരോവർ ഡാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങേറ്റത്തായിട്ട് അടുത്ത എസ്കലേറ്റർ കയറാൻ പോകണേ. നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല കേട്ടോ. ഇത് ക്യാമറയിൽ നിങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല. ഇത് ഇരുട്ടായിട്ട് വേറൊരു സുഖമില്ല കാണാനായിട്ട് ക്യാമറയിൽ. എന്നാ വലിപ്പം പറയുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 60 നില കെട്ടിടത്തിൻ്റെ അത്ര ഉയരത്തിലാട്ടോ പ്രതിമയുള്ളത്. 182 മീറ്റർ 600 അടി ഉയരത്തിലാണ്. 600 അടി ഉയരത്തിൽ 152 മീറ്റർ ഉയരത്തിൽ 60 നില കെട്ടിടത്തിൻ്റെ ഒന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഹൈറ്റിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ഇപ്പോൾ തന്നെ ഒരു 3-4 നിലയുടെ ഹൈറ്റിലായിട്ടോ. വീണ്ടും എസ്കലേറ്റർ കണ്ടോ. പ്രതിമയുടെ നിഴൽ പോയിക്കണുണ്ട്. ആ മലയുടെ പകുതി വരെ നിഴൽ പോയിട്ടുണ്ട്. അത്രയ്ക്ക് പൊക്കാണെന്നൊക്കെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 60 നില കെട്ടിടത്തിൻ്റെ 182 മീറ്റർ ഉയരം. ഇതെന്താ മറ്റേ സർവീസ് ബ്രിഡ്ജ്. അത് തുരുമ്പെടുത്ത് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. യെസ്, നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ട് പാദത്തിൽ. ഇല്ല, എത്തിയിട്ടില്ല. ഇനിയും കയറാനുണ്ട്. ഇനിയുണ്ട്. മുകളിലേക്ക് നോക്കിയത് എൻ്റെ ദൈവമേ, എൻ്റെ തല കറങ്ങിപ്പോയി. നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ ഒന്നും മനസ്സിലാവട്ടെ. പക്ഷെ നേരിട്ട് നോക്കണോട്ട്. ഫോൺ പിടിച്ച് ഫോൺ അതിൻ്റെ നമ്മളെ പാദത്തിലെത്താനുള്ള വേഗം ചടി കയറിട്ടെ. എത്തി നമ്മൾ ഉരുക്ക് മനുഷ്യൻ്റെ പാദത്തിലെത്തിയിട്ടോ. പാദത്തിൽ ഇവിടുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനില്ലാത്ത അവിടെ വരെ കാണാൻ പറ്റുള്ളൂ. അപ്പുറത്തേക്ക് കാണാനേ പറ്റില്ല. ഇതിൻ്റെ വലിപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ടോ രജനിയുടെ അത്രയുണ്ട്. ആ ചെരുപ്പിൻ്റെ അടിഭാഗം മാത്രം. കാല് മൊത്തം രജനിയുടെ ഒരു 4 ഇരട്ടി പൊക്കമുണ്ട്. 4 ഇരട്ടി പൊക്കം. എന്തൊക്കെ പാടുമാരി വന്നിട്ടുണ്ടല്ലോ. അതും കൂടെ ഇല്ലായിരുന്നു. നല്ല അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാടുമാരി വന്നിട്ടുണ്ട്. എല്ലാം ഒരുക്ക. മോദി നാട്ടുകാരോട് സഹായം ചോദിച്ചതാണ്. കുറച്ച് ഉരുക്ക് തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ നാട്ടുകാരെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പണിയായുധങ്ങൾ, ഉപയോഗശൂന്യമായ പണിയായുധങ്ങളെല്ലാം കൊടുത്ത് ഉണ്ടാക്കിയ പ്രതിമയാണിത്. ടൺ കണക്കിന് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൺ കണക്കിന് ഉരുക്ക് കിട്ടിയത് പണിയാനായിട്ട്. ഈ പാദത്തിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടോ മുകളിലേക്കുള്ള ലിഫ്റ്റ്. 2 ലിഫ്റ്റ് ഉണ്ട്. ഒരു പാദത്തിൻ്റെ ഉള്ളിൽ തൊട്ടടുത്ത ഭാഗത്ത് വേറെ ലിഫ്റ്റ്. ആ താഴെ നിന്ന് കേട്ടോ, ഈ മുകളിൽ നിന്നല്ല, താഴെ ഒരു ഫ്ലോറിനകത്ത് മേലേക്ക് ലിഫ്റ്റ് നമ്മളിനി താഴെ മ്യൂസിയത്തിൽ എത്തിച്ചിട്ട് വ്യൂവിങ് ഗാലറിയിലേക്കാണെങ്കിൽ व्हिडिओ काढू का? व्हिडिओ देऊ ना. पूर्ण स्टॅच्यू आहे. ഒക്കെ നമുക്ക് ഇവിടുന്ന് ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം സൂര്യൻ ആ ഭാഗത്തായതുകൊണ്ട്, ബാക്ക് സൈഡിലായതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ക്യാമറ എടുക്കുമ്പോൾ അത്യാവശ്യം ഹെഡ് വരും, തല വരെ കിട്ടുന്നുണ്ട്. സ്റ്റാച്യുവിൻ്റെ തല വരെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ കണ്ടു
ബാക്കിയുള്ള ഭാഗത്ത് നോക്കിയാൽ നമുക്ക് പകുതി പോലും കാണാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. താഴെ നിന്ന് മുഖം വരെ നമ്മളൊരു സ്റ്റെപ്പ് താഴെ ഇറങ്ങി, ഒരു നില താഴെ ഇറങ്ങി പാദത്തിൻ്റെ അവിടെ നിന്ന് അതിലേക്ക് പോട്ടെ. ഇനി നമ്മൾ വ്യൂവിങ് ഗാലറിയിലേക്ക് ഇറങ്ങി. പാദത്തിൻ്റെ ഈ രണ്ട് പാദത്തിൻ്റെയും നടുക്കയുടെ ലിഫ്റ്റ് മേലേക്ക് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ആ നെഞ്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് വ്യൂവിങ് ഗാലറി വേണ്ടത്. താഴേക്ക് പോയിട്ട് അവിടെ നിന്ന് ലിഫ്റ്റ് കയറിയിട്ട് വ്യൂവിങ് ഗാലറിയിലേക്ക് പോകാം. നമ്മൾ ഏറ്റവും താഴെ എത്തിയിട്ടോ, സ്റ്റാച്ചുവിൻ്റെ താഴെ എത്തി പാദത്തിൻ്റെ അവിടെ നിന്ന് ഇനി ഇതുണ്ട് എൻട്രി എക്സിറ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് മ്യൂസിയത്തിലേക്ക് കയറാം. അവിടെ നിന്ന് പിന്നെ ലിഫ്റ്റ് ഉണ്ട്, നേരെ ലിഫ്റ്റ് വഴി. ഇതിൻ്റെ അകത്ത് ക്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യൂവിങ് ഗാലറിയിലേക്ക് കയറാനായിട്ട് വേറെ ക്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മ്യൂസിയം കാണാം. അല്ല, മ്യൂസിയം കണ്ടിട്ട് നമുക്ക് വ്യൂവിങ് ഗാലറി കയറാം. ഇത് കണ്ട അവിടെ ഒരു വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാച്ചുവിൻ്റെയും പിന്നെ മറ്റുള്ള സ്റ്റാച്ചുകളുടെ ഒരു കമ്പാരിസണൊക്കെ ഇവിടെ കാണാം. ഇത് ഫസ്റ്റ് ഏറ്റവും ഹൈറ്റ് ഉള്ളത് ഇതുണ്ടോ, 152 സെൻറ്റിമീറ്റർ സർദാർ വല്ലഭായ് പട്ടേൽ. പിന്നെ ചൈനയിലെ സ്പ്രിംഗ് ടെമ്പിൾ ബുദ്ധ, അത് 153 സെൻറ്റിമീറ്റർ. പിന്നെ ഉഷിക്കു ഡൈബുസ്റ്റി ജപ്പാൻ 120 മീറ്റർ. പിന്നെ തൊട്ടപ്പുറം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അത് 93 മീറ്റർ. അത് 1986 ഉള്ളതാട്ടോ. പിന്നെ മദർലാൻഡ് കാൾസ് റഷ്യ 85 സെൻറ്റിമീറ്റർ 1967 ഉണ്ടാക്കിയതാണ്. പിന്നെ ക്രിസ്റ്റ്യ റിഡീമർ, അത് നമ്മൾ കണ്ടിട്ടുണ്ടാകും, ബ്രസീലിലുള്ളത് 38 മീറ്റർ 1931 കേട്ടോ. ഏറ്റവും പുതിയതാണ് ഇതാണ്ടോ, ചൈന ബുദ്ധ സ്പ്രിംഗ് ബുദ്ധ ടെമ്പിൾ ചൈന 2008 പിന്നെ ഏറ്റവും പുതിയ 2018 സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതാണ് ഏറ്റവും ഹൈറ്റ് ഉള്ളത്. एंगल पर अब ये रोशनी पूरी प्लेटें लगा है, ऐसे भी ये दो पिलर से पंजे तक आते हैं और उसके ऊपर ही पूरा ये स्ट्रक्चर बना हुआ है। तो उसके बारे में ये समझाने के लिए ये पूरा रखा हुआ है और यहाँ पे कंपैरिजन पूरा दिया गया है। ये आपका स्टैचू अभी हमारा स्टैचू ऑफ यूनिटी है 182 मीटर। किसी को पता है कि 182 मीटर ही क्यों हाइट रखूँ, उससे ज़्यादा कम क्यों नहीं रखी है? नहीं, सबको आइडिया तो होगा, गुजरात से ही होगा सब लोग। हाँ, तो इसलिए नहीं होगा आइडिया। यहाँ के लोग ओके, तो यहाँ की जो विधानसभा की जो सीटें हैं 182 है गुजरात की, तो इसलिए इसका हाइट है 182। जो यहाँ की असेंबली जो सीटें हैं उसके लिए इसकी हाइट 182 मीटर रखी हुई है। നമുക്കുള്ള ആൾ പറഞ്ഞത് കണ്ട 2 പില്ലർ ഉണ്ടാക്കിയിട്ട് ആ പില്ലറിലാണ് ആ പ്രതിമ പറഞ്ഞത്. അതിൻ്റെ ഓരോ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ട്രക്ചറിൻ്റെ ഇതാണ് പുള്ളി പറഞ്ഞു കേട്ടോ. പിന്നെ ഈ 182 സെൻറ്റിമീറ്റർ ഉയരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലി ഉണ്ടല്ലോ, ഗുജറാത്ത് അസംബ്ലി, അതിൽ 182 സീറ്റാണുള്ളത്. അതുകൊണ്ടാണ് ആ 152 ഹൈറ്റ് ആക്കിയത്. ഇത് കണ്ടോ, ഇത് ലൈറ്റ് അല്ല കേട്ടോ. അവിടുന്ന് സൂര്യപ്രകാശം വന്നിട്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ലൈറ്റായിട്ട് തോന്നും, പക്ഷേ സൂര്യപ്രകാശം നേരിട്ട് അവിടുന്ന് വരാൻ പോകത്തിന് ഗ്ലാസ് ഇട്ട് വെച്ചേക്കണ കേട്ടോ. നമുക്ക് ലൈറ്റായിട്ടാണ് തോന്നുന്നത് കണ്ടുകഴിഞ്ഞാൽ. ശരിക്കും ലൈറ്റല്ല, സൂര്യപ്രകാശം തന്നെ താഴേക്ക് വരുന്നത്. ഇത് കണ്ടോ, നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഒരു പില്ലറാണ് ഈ കാണുന്നത്. ഉണ്ടോ, അതിൻ്റെ കാല്, ഒരു കാലാണിത്. അതിൻ്റെ അകത്താണ് ലിഫ്റ്റ് ഉള്ളത്, ഇതിൽ അവിടെയാണ് എലിവേറ്റർ ഉള്ളത്. അതിൽ കൂടെ വേണം നമുക്ക് മേലേക്ക് പോകാനായിട്ട്.
വ്യൂവിങ് ഗാലറിയിലേക്ക് കയറാനായിട്ട് ക്യൂ നിൽക്കണം കേട്ടോ. ഞങ്ങൾ ക്യൂവിലാണ് കേട്ടോ. ഞാൻ ലിഫ്റ്റിലേക്ക് കയറാനുള്ള ക്യൂ ആണ്. ലീവിങ് ഗാലറിയിലേക്ക് എൻട്രി ചെയ്യുന്ന ആൾക്കാരുടെ ക്യൂ ഉണ്ടാക്കണം. 2 സൈഡിലുണ്ട്. നല്ല ക്യൂ ആണ്. പതുക്കെ പറ്റിയാൽ പോകുന്നത്. ഒരു 10-15 മിനിറ്റ് ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ ഞായറാഴ്ച ശനിയാഴ്ചക്കാണെങ്കിൽ ഒത്തിരി ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചും മുമ്പ് ഒരു VIP അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആരാണെന്ന് മനസ്സിലായില്ല. ഏതോ പൊളിറ്റീഷ്യനാണെന്ന് തോന്നുന്നു. പൊളിറ്റീഷ്യനും പുള്ളിയുടെ വൈഫുമാണ് കയറിപ്പോയെന്നു. ലിഫ്റ്റിലേക്ക് ഒറ്റയടിക്ക് ഒരു 10-20 ആൾക്കാർ പോകും കേട്ടോ. ആ ലിഫ്റ്റ് നിറഞ്ഞെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 20 ആൾക്കാർ, പിന്നെ ഒരു 20 ആൾക്കാർ, അങ്ങനെയാണ് കയറി പോകുന്നത്. നമ്മുടെ വ്യൂവിങ് ഗാലറിയിൽ ഇങ്ങോട്ട് പോകാൻ പറഞ്ഞു. നല്ല തിരക്കാണ്, നല്ല തിരക്ക്. അവിടെയൊക്കെ ഡാം കാണാം, പക്ഷെങ്കിൽ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. ആ ഭാഗത്താണ് ചെസ്റ്റിലുള്ള വലിയ വ്യൂവിങ് ഗാലറി. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു വ്യൂവിങ് ഗാലറി. ഇത് നമ്മൾ ആ ഡാമിൻ്റെ ഈ സൈഡാണ് കാണിക്കുന്നത്. ആ പാലമുണ്ടല്ലോ, ആ പാലത്തിനോട് ചേർന്നത് അവിടെയായിട്ടാണ് നർമ്മദാരതി. അത് പാലം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അതെ കണ്ടു, ചെറുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു പാലം. ആ പാലത്തിൻ്റെ ആ പാലം കഴിയുമ്പോൾ തന്നെയാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിട്ട്. അവിടെയാണ് നർമ്മദാരതി നടത്തുന്നത്. അവിടെയാണ് ഏകത നഴ്സറി എന്ന് പറഞ്ഞ ഒരു നഴ്സറി ഉണ്ട്. സ്റ്റാറ്റുവിൻ്റെ ചെസ്റ്റാണ്, നെഞ്ച്. അവിടെ നിന്നൊക്കെ നമുക്ക് കണ്ണൂർ നോക്കുമ്പോൾ നമുക്ക് ഡാം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ അകത്തുണ്ടല്ലോ ഡാമൊന്നും കാണാൻ പറ്റില്ല. നല്ല വ്യൂ അതാണ്. നർമ്മദ നദി കാണാൻ പറ്റുന്നുണ്ട്, ഡാം കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ആ സ്റ്റാറ്റുവിൻ്റെ ചെസ്റ്റാട്ടോ. അവിടെ നമുക്ക് ഇങ്ങനെ വിൻഡോ മാതിരി വെച്ചേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഹെലിപ്പാഡ് ഗ്രൗണ്ട് വന്നിട്ട് ആ കാണുന്ന ബ്ലാക്ക് നിറത്തിൽ ചെയർ ഇട്ടാണുണ്ടോ അവിടെ അതേ കണ്ടത്. അത് ഹെലിപ്പാഡ് ഗ്രൗണ്ട്. അവിടെ നിന്ന് നമുക്ക് ലേസർ ഷോ കാണാൻ പറ്റും. ഡാം അവിടെ നോക്കി ഡാം കാണാൻ പറ്റുന്നുണ്ട്, ഫോണിലും കാണാൻ പറ്റുന്നുണ്ട്. മറ്റേ ഇവിടെ നമ്മൾ ആ താഴെ നിന്ന് നോക്കിയപ്പോൾ കണ്ട ബോട്ട് കണ്ട ബോട്ട് ജെട്ടി അതാണ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ നമ്മൾ വന്ന പാലം കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വന്ന വഴി അതികൂടെ കാണാൻ പറ്റുന്നത് കണ്ടോ. നമ്മൾ വന്ന ഒറ്റ വഴിയാണത്. ആ ദൂരെ അവിടെ ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റുന്നുണ്ട്. താഴെ സ്റ്റാച്ചുവിൻ്റെ പാദത്തിന് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. സൂര്യത മൊത്തമായിട്ട് പൊട്ടുപോലെ ആൾക്കാരെ കാണാൻ പറ്റും നമുക്ക് താഴെ. ഇത് വ്യൂവിങ് ഗാലറി. വ്യൂവിങ് ഗാലറി നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നേ വേണ്ടല്ലോ. നമുക്കിതാ ഇവിടെ ഇതുണ്ട്, ഗ്ലാസ് ടങ്ങനുണ്ട്. ഗ്ലാസ് ടങ്ങനെ നമുക്ക് അപ്പുറം കാണാൻ പറ്റുന്നത്. സ്റ്റാച്ചുവിൻ്റെ സ്ട്രക്ചർ കണ്ടത് ഭയങ്കര താഴെ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഫോണിൽ ഒത്തിരി താഴെ കണ്ടു. സ്റ്റാച്ചുവിൻ്റെ സ്ട്രക്ചർ എന്നാ കൂറ്റം ഭീമകളാന്ന് നോക്കിയേ. താഴേക്ക് കാണാൻ പറ്റുന്നില്ല. കാണുന്ന ദൂരെ താഴെ വരെ നോക്കി
ക്ലിയറായിട്ട് ഫോണിൽ കൂടെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് നേരിട്ട് ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ബീമുകൾ ജോയിൻറ്റ് ചെയ്ത് നമുക്കിത് കണ്ടോ, താഴെ കൂടെ നടക്കാൻ പറ്റും. ഇവിടെ കണ്ടോ, അത് ഇതാ ഇതിൽ കൂടെ നടക്കാൻ പറ്റും നമുക്ക്. അതുപോലെ ഓരോ നിലയിൽ ഇതുപോലെ നടക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പ്രവേശനമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടേക്ക് നടക്കാൻ പറ്റും. ആ രീതിയിലാണ് ചെറിയ മുകളിലേക്ക് പോയേക്കണം. കണ്ടോ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ട് വന്നാണ് കർണാടകയിൽ. നർമ്മദ ക്രൂസുമായിട്ട് ബന്ധപ്പെട്ട എന്തോന്ന് തോന്നുന്നു. ഒരു വലിയ ബോട്ടാണ്. ഈ ടൂറിസ്റ്റിന് കയറാൻ പറ്റുന്ന ടൈപ്പ് ഓപ്പൺ ബോട്ടാണ്. മേലെ ഓപ്പൺ ആയിട്ടുള്ള ഡബിൾ ഡെക്കർ ബോട്ടാണ്. അവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടാക്കി വെച്ചാലുണ്ട്. ഒരെണ്ണമല്ലോ, രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ നമുക്ക് ഫോണിൽ കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. നല്ല ഹൈറ്റിൽ ഒരു 3-4 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിലാണ് ഇത് പൊങ്ങോട്ട് വെള്ളം പൊങ്ങണത് കേട്ടോ. അവിടെ നോക്കുന്ന ആ റോഡ് കാണാൻ പറ്റും. നമ്മൾ വന്ന റോഡ് എന്താ അവിടെ എന്താ റോഡ് കാണാൻ പറ്റും. ഈ ഫ്രണ്ടിലുള്ള ഈ വ്യൂവിങ് ഗാലറിനെ അപേക്ഷിച്ച് ഇതുണ്ട് എപ്പോഴും ആൾക്കാർ ക്യൂ നിൽക്കും കേട്ടോ. താഴേക്ക് പോകാനുള്ള ആൾക്കാരെ ക്യൂ നിൽക്കണം കേട്ടോ. ഈ വ്യൂവിങ് ഗാലറി ചെറുതാട്ടോ, ബാക്കിലുള്ള വ്യൂവിങ് ഗാലറി. ഇതിപ്പോൾ നമ്മൾ ഏകദേശം നെഞ്ച് വരെ എത്തുള്ളൂ കേട്ടോ. ഇനിയും മേലേക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടൊക്കെ നമുക്ക് പ്രവേശനമില്ല. നമുക്ക് അപ്പോൾ ഈ വ്യൂവിങ് ഗാലറിയിലേക്ക് മാത്രമേ എൻട്രി ഉള്ളൂ. ഇതാണ്ടോ ഞാൻ പറഞ്ഞ VIP യുടെ വൈഫ് വന്നു തോന്നുന്നു. ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ ഒരു VIP എന്നുണ്ടല്ലോ, അത് ഇവിടുത്തെ മിനിസ്റ്റർ ആണ് കേട്ടോ. പുള്ളി പറഞ്ഞത് ഈ സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് മിനിസ്റ്റർ സാബി എന്ന് പറഞ്ഞു. ഇവർക്കാഹ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്ന് തലയായിട്ടുള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞില്ല. കേന്ദ്രത്തിലാണോ അത് ഗുജറാത്തിലാണോ എന്ന് പറഞ്ഞൂടാ. കേന്ദ്രത്തിലെ എവിടെയോ കണ്ടുപരിചയം ഉണ്ട് ആളെ. ഇത് കണ്ടോ, നമുക്കിവിടെ ഇത് തൊടാൻ പാത്രത് ഗ്ലാസ് ഇല്ലാണ്ട് ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഇത് താഴേക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ കവർ ചെയ്തേക്കാം. ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയായിട്ടൊരു ഞാൻ ചെയ്ത് വെച്ചേക്കണതാണ്. മെയിൻ വ്യൂവിങ് ഗാലറിയിൽ ആൾ തിരക്ക് കഴിഞ്ഞു. എല്ലാവരും ക്യൂവിൽ ഇത് താഴേക്ക് പോലുള്ള ക്യൂവിൽ വന്നു തുടങ്ങി. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ നിർമ്മാണങ്ങളായിട്ടായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അനിമേഷനായിട്ട്. കണ്ടോ, 2 പില്ലറാണ് നേരെ മേലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ അകത്താണ് ആ സ്ട്രക്ചർ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പില്ലറിൻ്റെ ഉള്ളിൽ കൂടെയാണ് ലിഫ്റ്റ് പോയേക്കാനായിട്ട്. ഇതുണ്ടോ ആ നെഞ്ചത്തൊരു വയർ ഇത് കണ്ടായിരുന്നു, ഒരു നെറ്റ് പോലെ. അതാണ് ആ വ്യൂവിങ് ഗാലറി. ഇത് കണ്ടോ, ഇതെല്ലാം ഈ സ്റ്റാച്യു പണിയാനായിട്ട് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്തേക്കണ പഴയ കാർഷിക ഉപകരണങ്ങളാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടല്ലോ 135 ടൺ ഉരുക്കാണ് ഇങ്ങനെ 7 ലക്ഷം വില്ലേജിൽ നിന്ന്, ഇന്ത്യയിലെ 7 ലക്ഷം വില്ലേജിൽ നിന്ന് 135 ടൺ ഉരുക്കാണ് ഇങ്ങനെ മോഡിയുടെ ആഹ്വാനപ്രകാരം ഇത് കളക്ട് ചെയ്തിട്ടോ. ഈ കാർഷിക ഉപകരണങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പണിയാനായിട്ട് കളക്ട് ചെയ്തത്. ഇതെല്ലാം ഉരുക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയേക്കണത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ സെയിം അതേ അളവിലുള്ള അതിൻ്റെ അതേ രൂപത്തിലുള്ള അതിൻ്റെ മിനിയേച്ചർ സ്റ്റാച്യു ഉണ്ട് തൊട്ട് താഴെ. ഇവിടെ എപ്പോഴും തിരക്കായിരിക്കും ആൾക്കാർ ഫോട്ടോ എടുക്കാനായിട്ട് എപ്പോഴും തിരക്കില്ല. ഇപ്പോൾ 6 മണിയാണ്, 5:57. ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ട് വ്യൂവിങ് ഗാലറിയും കണ്ടു കഴിഞ്ഞ് പുറത്ത് കടന്നു നിൽക്കുകയാണ്. ഇനി ഇവിടെ ലേസർ ഷോ ഉണ്ട്. അത് കാണാനായിട്ട് നമ്മൾ പോകണം കേട്ടോ. അത് കാണാനായിട്ട് തൊട്ടപ്പുറം അവിടെ ആ ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഇരിക്കണം.
ഞാൻ വിചാരിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നിന്ന് പോകുമ്പോൾ ഇന്ത്യ ഹോൾ ഒരു മൊത്തം ഇന്ത്യ ആയിട്ടാണ് നമുക്ക് കൈമാറിയതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ ഇന്ത്യ ഒരു 562 നാട്ടുരാജ്യങ്ങളായിട്ട് കിടക്കുമായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളെയെല്ലാം നിസ്സാര സമയം കൊണ്ട് ഒരുമിപ്പിച്ച് ഒരൊറ്റ ഇന്ത്യ ആക്കിയ ഒരു മനുഷ്യനാണ് ഈ സർദാർ വല്ലഭായ് പട്ടേൽ. ഇങ്ങനെയൊരു സ്റ്റാച്യു മോദി നിർമ്മിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ യഥാർത്ഥ ഹീറോയിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം ഈ ഹിസ്റ്ററി എല്ലാം തമസ്കരിച്ച് പോകേണ്ടിയായിരുന്നു. പിന്നെ കുറേ ഓളങ്ങൾ കാക്ക തൂറാന്നും പറഞ്ഞ് അലമ്പുണ്ടാക്കുകയൊക്കെ ചെയ്തതോടുകൂടി നമ്മളും ഇതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് പഠിക്കാനൊക്കെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതൊക്കെ ഒന്ന് മനസ്സിലായത്. ഒക്ടോബർ 2023 വരെ 400 കോടി രൂപയാണ് കേട്ടോ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ടിക്കറ്റിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തേക്കണേ. അതുകൂടാണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലിയും കിട്ടിയിട്ടോ അവിടെ. ലൈറ്റ് വന്നോ, ലൈറ്റ്. ഞങ്ങളിവിടെ കണ്ടോ ലേസർ ഷോ തുടങ്ങാറായി. 7 മണിയാകുമ്പോൾ തുടങ്ങുമ്പോൾ അത് കാണാനായിട്ട് ഇങ്ങനെ ഇവിടെ ബെഞ്ചിലിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് മറ്റേ അമൂലിൻ്റെ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ നിന്നൊരു ഷേക്ക് വാങ്ങിച്ചിട്ട് ബദാം ഷേക്ക് വാങ്ങിച്ചിട്ട് കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റാച്യൂവിലേക്കുള്ള ലൈറ്റ് ഓണാക്കി കേട്ടോ. പക്ഷേ ലേസർ ഷോ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഓണാക്കിയുള്ളൂ ലൈറ്റ്. ലൈറ്റ് ഷോ തുടങ്ങിട്ടോ. കണ്ടോ, അവിടെ ഒന്ന് ദൂരേന്നിട്ട് ലേസർ, അങ്ങ് ദൂരേന്ന് ലേസർ. कृषक कार्मिक जनगण से था उसको प्यार अपार, अखिल देश ने उसे रहनुमा। 1857 में अंग्रेजों को ललकारने वाले पहले स्वतंत्रता संग्राम के एक सक्रिय सिपाही थे झवेर भाई पटेल। करमसद गांव के इस बहादुर मगर जल्द ही वकालत छोड़कर वो बैरिस्टर बनने की इच्छा से इंग्लैंड चले गए। लंदन में बैरिस्टरी में अव्वल आने और वजीफा जीतने वाले वो अनोखे भारतीय थे। अब तो अहमदाबाद की वरिष्ठ अदालत में बैरिस्टर पटेल की जिरह और जीतों की धूम मच गई। के 87,000 किसानों को ऐसा अटल अचल मनोबल दिया कि अंग्रेजी सरकार हिल गई और 1 बरस के बाद उनका लगान माफ कर दिया गया। अब तो पूरे देश में लोग वल्लभ भाई के नाम की कस्में खाने लगे। स्वयं महात्मा गांधी ने कहा, अब वल्लभ भाई मेरे शिष्य या साथी नहीं, सारे देश के सरदार हैं। मिल गया एक अनोखा असरदार सरदार। बना गया वो अमित अटल, बना सका उसे न कोई शत्रुदल। आकाश को छुई समुद्र के लिए कदम अनेक जमीन पर जमे हुए
ഷവർമ്മ ഞാൻ ഉദ്ദേശിച്ചതിനൊക്കെ അടിപൊളിയായിട്ടോ, നല്ലൊരു ഇമോഷണലായിട്ടുള്ള അടിപൊളി ഒരു ലേശം, നല്ല ലേശോ അല്ല സോറി ലേഷസോ, നല്ലൊരു ലേഷസോ ആയിരുന്നു. ഇതുണ്ട് തൊട്ട് താഴെ അവിടെ ആയിട്ട് കുറേ അതുണ്ട്, ലൈറ്റ് അടിച്ചേക്കണ ഉണ്ടോ സ്റ്റാച്യുവിലേക്ക്. അത്രയും ദൂരം എനിക്ക് തന്നെ ഒരു 1/2 കിലോമീറ്ററിൻ്റെ അല്ല 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം എന്നിട്ട് ലേസർ ഷോ ആ സ്റ്റാച്യുവിലേക്ക് അടിക്കുന്നത്. അവിടെ ആ ബ്രിഡ്ജ് ഉണ്ട്, അങ്ങറ്റത്തെ ബ്രിഡ്ജ്, അതിൻ്റെ തൊട്ട് ഇപ്പുറമാണ് ബെഞ്ചിട്ട് ആൾക്കാർ ഇരിക്കുന്നത് കേട്ടോ ലേസർ ഷോ കാണാനായിട്ട്. ഞങ്ങളുടെ ഹോട്ടൽ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നർമ്മദാരതി നടക്കുന്ന സ്ഥലം. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നർമ്മദാരതി തീർന്നത്, ആളുകൾ തിരിച്ചു പോവുക. ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ട് ഇറങ്ങാൻ ഇച്ചിരി താമസിച്ചു പോയി, അൺലക്കി ആയിപ്പോയി. ഓക്കെ, ഇതാണ് കേട്ടോ റൂം. ക്വീൻ സൈസ് ബെഡ്, 2 ചെയർ, TV, ഒരു സോഫയുണ്ട്, പിന്നെ ബാത്റൂം, സ്പേഷ്യസ് ആണ്. ഓക്കെ, വാഷ് ബേസിൻ ഇല്ല, വാഷ് ബേസിൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിട്ടോ വാഷ് ബേസിൻ ഇതേപോലെ കണ്ട, ബാൽക്കണി പുറത്താണ്, ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ഇവിടെ. ഇവിടെയാണ് വാഷ് ബേസിൻ ഉള്ളത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാമെന്ന് ഞാൻ ഈ ഇതിൻ്റെ ഹോം സ്റ്റേയുടെ റിവ്യൂ നോക്കിയപ്പോൾ കണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ ഹോം സ്റ്റേയിലുള്ളൊരു ആളാണ് കേട്ടോ, പുള്ളി ആകെ പേടിച്ച് കുറച്ചിരിക്കാൻ തന്നെ. ആളുടെ ചെവിയുണ്ടോ, എന്നാ നീട്ടാൻ നോക്കിയാൽ ചെവിക്ക്. ഇത് സാധാരണ ഇത് കാളയാണ് കേട്ടോ, പക്ഷേ ഇത് നമ്മുടെ നാട്ടിലുള്ള മാതിരിയുള്ള ഒരു കാളയല്ല, ഇത് വേറെ ഏതോ ഇനാണ്. ഇതുണ്ടോ ഇതാ കാണാൻ, അതാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ. ഇവിടെ ഇതുണ്ടോ ഇതുമായിട്ട് ചെറിയ 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 കടകളേ ഉള്ളൂ. ഒരു ഹോട്ടലിൽ നിന്ന് പറയാനായിട്ടൊന്നും ഉണ്ടാവില്ല. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചോദിക്കുകയും വേണ്ട, കിട്ടൂല. ഇതുണ്ടോ ചായ പറഞ്ഞാൽ പിന്നെ ഇതാണ് ചായ ഗ്ലാസ്, ഇത്രേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞ അവസാനം പുള്ളിക്കാരത്തി ആലുക്ക പക്കോട എന്ന് പറഞ്ഞാൽ, ആലുക്ക പൊറോട്ടനെ ആലുക്ക പക്കോടയാണ് ചേച്ചി. ബനാന വല ഹൈ, വെളിച്ചെണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് കുഴക്കേണ്ടത് കഴിഞ്ഞിട്ട് മാവ് കുഴച്ചിട്ട് ഇനി വെളിച്ചെണ്ണയിലേക്ക് ഇടാനായിട്ട് എന്താ സംഭവം മനസ്സിലായില്ല. ഇതാണ് കേട്ടോ ആലുക്ക പക്കോട ഐസ ബനാത്തായി. ഞാൻ വിചാരിച്ചു ആലു പൊറോട്ടയാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ കഴിക്കും ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പുള്ളിക്കാരത്തി ഉണ്ടല്ലോ ഹോം സ്റ്റേൻ്റെ ഓണറുടെ അമ്മയാണ് കേട്ടോ, ഈ ഹോം സ്റ്റേ ഓണറുടെ അമ്മയാണ് കേട്ടോ. ഇത് ആ ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ CSR ഫണ്ട് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. അതുകൊണ്ട് അപ്പോഴൂടെ 2 റൂമുള്ളൂ അവിടെ. പിന്നെ ഒരു 3 റൂമിനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്, പക്ഷേ അത് പണി തീർത്തിട്ടില്ല. എനിക്ക് തന്നെ അതിനുള്ള ഫണ്ടായിരിക്കും അവർ കൊടുക്കുള്ളൂ. ഒരു അരവിന്ദ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി കൊടുത്തേക്കുന്ന CSR ഫണ്ടാണ് ഇത്. ഒരു ആദിവാസി കോളനി ഉള്ളത് ഉണ്ട്, അത് ആ കോളനിയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്, അതിൽ കൂടെയാണ് ഹോം സ്റ്റേയിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് ഇതുപോലെ CSR ഫണ്ടൊക്കെ ഗവൺമെൻറ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ മൊത്തം ഒരു വികസനം വന്നേക്കാണ് ഈ ഗ്രാമത്തിന്. ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരു കാര്യം നമുക്ക് കണ്ട, ആരും രാവിലെ വന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടിയില്ല, ഭക്ഷണം കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചായ കിട്ടും, പക്ഷെ വേറെ ഒന്നും കിട്ടൂല. ദോശ ഇഡ്ഡലി അങ്ങനെ യാതൊന്നും കിട്ടൂല. നല്ല തണുപ്പുണ്ടോ, ഒരു 15-16 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് കേട്ടോ ആലുക്ക പൊറോട്ട. അവസാനം ആലുക്ക പൊറോട്ട റെഡിയായി. അതിൻ്റെ കൂടെ നമുക്ക് ആലുക്ക പക്കോട, സോറി മാറിപ്പോയി. ഇതാണ് ആലുക്ക പക്കോടയുടെ കഴിക്കാനുള്ള കറി, പച്ചമുളക് വറുത്തത് കഴിച്ചു. ഓക്കെ, എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ചൂടുണ്ടോ? എന്തെന്നാ ടേസ്റ്റ്? ആലു തന്നെയാണോ ഉരുളക്കിഴങ്ങ്? അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് മുളക് ഇതരുണ്ട്
ജമ്മ് ഓ ഓ ഇന്നലെ കഴിച്ച മുളകിന് എരിവിലാണല്ലോ. ഇത് തനി പച്ചമുളക് നട്ടി പറഞ്ഞു. അതിൻ്റെ കൂടെ സവാള വന്നിട്ട് ഇത് എങ്ങനെ ഒരു കഴിക്കും എനിക്ക് മനസ്സിലാവില്ല. ആലുക്ക പക്കോട അങ്ങനെ വെച്ചിട്ട് എരിവില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ വായ എരിഞ്ഞിട്ട് വെള്ളം ചെറിയ എരിവല്ല. എനിക്കും അങ്ങനെ അതാ ബജിമുളക് തന്നെ ചില ബജിമുളകിന് എരിവ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു എരിവാണ്. അത് അത്ര വലിയ എരിവില്ല. പക്കോട സൂപ്പറാണ്. പക്കോട ഉരുളക്കിഴങ്ങ് പക്കോട. ചായ ചെറിയ ഗ്ലാസ്സല്ലേ, അതുകൊണ്ട് 2 കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയുടെ ഓണറിനെ വന്നിട്ടോ അമ്മേനെ സഹായിക്കാനായിട്ട് ഒരു ചായ കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഞങ്ങളപ്പം മാജിയുടെ കയ്യിൽ നിന്ന് ആലു പക്കോടയും പിന്നെ 4 ചായയും കഴിച്ചു. അത് ഷോപ്പ് ഓണറുടെ തന്നെ കടയാണ് കേട്ടോ. അല്ല സോറി, ഹോം സ്റ്റേ ഓണറുടെ തന്നെ കടയാണ്. ഒരു 100 രൂപ അത്രയും ആലു പക്കോടയും 4 ചായയും കൂടി 100 രൂപയായിട്ട്. ഇത് കണ്ടോ, നമ്മുടെ ഹോം സ്റ്റേയുടെ ബാക്കിലുള്ള തൂരപ്പരിപ്പ് തോട്ടമാണ് കേട്ടോ. ഇത് ജമന്തി അല്ലേ? ജമന്തി അല്ലേ? ബന്ദി. ഇത് ബന്ദിപ്പൂവാണ് കേട്ടോ. പിന്നെ ഇതാണ്ടോ രഞ്ജിനാട്ടോ പറഞ്ഞത്, അത് മല്ലിയല്ലല്ലോ, തൂരപ്പരിപ്പാന്ന്. നോ ഗ്യാരണ്ടിയേ. ഇത് തൂരപ്പരിപ്പ് ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ. ഇതാ ഇത് പൂവ്, മഞ്ഞപ്പൂവ്. ഇത് മൊത്തം തൂരപ്പരിപ്പിൻ്റെ തോട്ടം അങ്ങറ്റം വരെ. ഓക്കെ, കൺഫേം ചെയ്തു കേട്ടോ. ഇത് തൂര തന്നെ. തൂരപ്പരിപ്പ്. ഇതാണ് തൂരപ്പരിപ്പ്. ഇതുണ്ടോ, ഇത് വേണമെങ്കിൽ നമുക്ക് ഈ റൂമിൻ്റെ മെയിൻ സ്വിച്ചാന്ന് വേണമെങ്കിൽ പറയാം. ഈ നമുക്ക് സാധാരണ ഹോട്ടലിലൊക്കെ കിട്ടുന്നില്ലേ, ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊളുത്തി വെച്ചെങ്കിൽ മാത്രമാണ് റൂമിൽ ഇലക്ട്രിസിറ്റി വരുള്ളൂ. ഇത് ഊരിക്കഴിഞ്ഞാൽ റൂമിൽ മൊത്തം ഇലക്ട്രിസിറ്റി കട്ടാവും. ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ആളുകൾ ലൈറ്റ് ഓണാക്കി പോകുന്നുള്ള പേടിയും വേണ്ട. ആ ഒരു മെച്ചാണ് ഇതിന്. താക്കോൽ ഊരിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എല്ലാ ലൈറ്റും ഓഫാവും, ഇലക്ട്രിസിറ്റി കട്ടാവും. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേയുടെ പുറത്തുനിന്നുള്ള വ്യൂ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗ്രാമത്തിലേക്കുള്ള എൻട്രൻസ്. ആ ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റാച്ചു ഉണ്ടെങ്കിൽ അത് ആ ഭാഗത്തായിട്ട് വരണം. പക്ഷേ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല കേട്ടോ. റിവ്യൂവിൽ വേറെന്തോ ഫേക്ക് റിവ്യൂ ആയിരുന്നു അത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സ്റ്റാച്ചു കാണാൻ പറ്റില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതാണ് അവിടെ നിന്ന് വരുന്ന അതല്ല, അത് ആ ഭാഗത്തായിട്ടാണ് സ്റ്റാച്ചു വരിക, ആ ഭാഗത്തായിട്ട്. പക്ഷേ ഇവിടെ മരങ്ങൾ വളർന്നേക്കണ കാരണം കാണാൻ പറ്റില്ല. അതാണ് നർമ്മദ റിവറാണത്. നർമ്മദ റിവർ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ടാണ് സ്റ്റാച്ചു കാണേണ്ടത്. ഇതൊരു ശിവ ടെമ്പിളിലേക്കുള്ള റോഡാണ് കേട്ടോ. നേരെ മേലെ ഒരു ശിവ ടെമ്പിളുണ്ട്. പിന്നെ അതിൻ്റെ നേരെ താഴ്ക്കുന്ന ഇവിടെയാണ് നർമ്മദ ആരതി നടത്തുന്നത്. കാണാൻ പറ്റിയില്ല, ഇന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം 9 മണി വരെ ബസ്സുള്ളൂ, അതാണ് പ്രശ്നം. 9 മണിക്ക് ശേഷം വണ്ടിയൊന്നും കിട്ടില്ല. നമുക്ക് വഡോദര വരെ പോകാനുള്ളതാണ്. ഇന്നിപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സ് കാണാനുണ്ട്, പിന്നെ ഡിനോ റൈഡ് കാണാനുണ്ട്. അതൊക്കെ ചെറുതായിട്ടോ. വാലി ഓഫ് ഫ്ലവേഴ്സ് വലുതാണ്, ഡിനോ റൈഡ് എന്നൊക്കെ പറയാൻ ചെറുതാണ്. വേറെ കാണാൻ പറ്റുന്നൊന്നുമില്ല. പിന്നെ നർമ്മദ ഡാമിൻ്റെ അടുത്ത് പോകണം. പിന്നെ കാക്ടസ് ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഈ വഴിക്ക് പോകണം കേട്ടോ. നേരെ അവിടെ നിന്ന് വന്നിട്ട് ഈ വഴിക്ക് നേരെ അങ്ങോട്ട് പോകണം. നമ്മൾ പാലം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പുഴ കഴിഞ്ഞ് കടന്ന് ഇപ്പുറത്തോട്ട് വരണം. നർമ്മദ കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരണം. ഈ ഭാഗത്തായിട്ടാണ് കാക്ടസ് ഗാർഡൻ. ഇത് കണ്ടോ, ട്രൈബൽ ഹോം സ്റ്റേ പ്രോജക്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി CSR ഇനിഷ്യേറ്റീവ് ഓഫ് അരവിന്ദ് ലിമിറ്റഡ്. പ്രോജക്റ്റ് മാനേജ്ഡ് ബൈ അരവിന്ദ് സ്മാർട്ട് സ്പേസസ്. ഈ റോയൽ നാഥ് ഹോം സ്റ്റേയിലെ നാഥ് എന്താണെന്ന് മനസ്സിലായോ? നർമ്മദ അരവിന്ദ് ട്രൈബൽ ഹോം സ്റ്റേ, അതാണ് നാഥ് കേട്ടോ. ഞങ്ങളവിടെ ഹോം സ്റ്റേയുടെ അവിടെ നിന്ന് ഓട്ടോയിൽ കയറി അവിടെ കുറച്ച് ദൂരമുള്ള ശ്രേഷ്ഠ ഭാരത് ഭവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇനി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് ഫ്രീ ബസ് കിട്ടും. ബസ് വരണുണ്ട് കേട്ടോ, ഫ്രീ ബസ് കിട്ടും. അതിൽ കയറുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഞങ്ങൾക്കിപ്പോൾ ഇനി പോകേണ്ടത് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കാണ് വേണ്ടത്. അവിടേക്ക് പോകണം. ഈ ഫ്രീ ബസ് കിട്ടാനായിട്ട് ഓരോ പിക്കപ്പ് പോയിന്റ് കിട്ടും. അവിടെ പോയി നിന്നാൽ മാത്രമേ നമുക്ക് ബസ് കിട്ടുള്ളൂ. എല്ലായിടത്തും ബസ് നിർത്തില്ല. അതാ വന്നു ബസ്, 2 ബസ് ഒരുമിച്ചാണ് വന്നെ. ഇതിൽ കയറണം. യെസ്, ഓക്കെ.
ഓക്കെ, ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. ഇനി ആളോട് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ സ്റ്റോപ്പ് ഏതാണെന്ന്. വാലി ഓഫ് ഫ്ലവേഴ്സ് ലാണ് ഇറങ്ങേണ്ടത്. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ഡ്രൈവറോട് ചോദിച്ചു നോക്കാം എവിടെ ഇറങ്ങേണ്ടത്. നല്ല അടിപൊളി ബസ്സാണ് കേട്ടോ.